എന്റെ കഥയുടെ ക്ലൈമാക്സ് ട്രാജഡിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരണം. എന്ത് ജോലിയാണേലും കുഴപ്പമില്ല. ഹരിത പ്രഗ്നന്റാ. കയ്യിൽ പണം ഉണ്ടായാലേ പറ്റൂ. എനിക്ക് പറയാനുള്ളത്, കാരണം മറ്റൊന്നുമല്ല, വിക്രം അസുഖത്തിൽ നിന്നും റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഈ അവസ്ഥയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാ. അതുകൊണ്ട് നിലവിൽ പുറത്തു നിന്നുള്ള സന്ദർശനം ഒഴിവാക്കുന്നതാ വിക്രമിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ വർഷയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. അമ്മേ, മോളെ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരുന്നില്ല. വിക്രമിന്റെ ആരോഗ്യമല്ലേ പ്രധാനം. മോളിപ്പോ തിരക്കിലല്ലേ? അമ്മ വൈകിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. ശരി. അതൊന്നും കാര്യമില്ലായിരുന്നു ഡോക്ടറെ. അവരെ വരാൻ അനുവദിക്കായിരുന്നു. ഒരച്ഛൻ്റെ അമ്മയുടെ വില അനാഥനായ എനിക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ആ, ഞാൻ ഇറങ്ങുന്നു. നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. വരാം ഡോക്ടർ. ഓക്കെ. പക്ഷേ മീനാക്ഷിയാണല്ലോ. എന്താ രാവിലെ? എന്താ മോളെ? ആ, അത്രേ ഉള്ളോ? അച്ഛനങ്ങ് പേടിച്ചു പോയി. ആ, അമ്മ ഇന്ന് മോളെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പറ്റുമെങ്കിൽ മോളും മിനുവും കൂടെ വീട്ടിലേക്ക് പോരെ. ഓ, അങ്ങനെയാണോ? ഏതായാലും സൂക്ഷിക്കണം. വിനുമോൻ പോയോ? ആ, ശരി ശരി, ഫോൺ വെച്ചേക്ക് മോളെ. ഇതാര്, മാധവനോ? വീട് പണിയൊക്കെ തുടങ്ങിയോ? ഇല്ലടോ, സാധനങ്ങളൊക്കെ 2 ദിവസത്തിനുള്ളിൽ ഇറക്കി തുടങ്ങും. നല്ല വെട്ടുകല്ലോ ഇഷ്ടികയോ കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് അങ്ങ് കെട്ടാമായിരുന്നു. മരുമോൻ വീട് വെച്ചപ്പോഴും ആദ്യം അതൊക്കെ ആലോചിച്ചതാ. ഇപ്പോ നല്ല മണല് കിട്ടാനില്ല. അതാണ് ഒരു വിഷമം. പാറപ്പൊടിയോ എംസാൻഡോ ഒക്കെ തന്നെയാണ് ശരണം. എന്തായാലും ആ കോൺട്രാക്ടർ നല്ലവനാ. പറ്റിപ്പും തട്ടിപ്പും ഒന്നുമില്ല. പണി ചെയ്യുന്നതിന് നല്ല വൃത്തിയുണ്ട്. നമുക്ക് അത് മതിയടോ. ആ, ഇന്നലെ ഞാൻ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. വിനു നന്നായിട്ട് വർക്ക്ഷോപ്പ് നോക്കുന്നുണ്ടല്ലോ. വിനു ഇപ്പൊ നല്ലൊരു മെക്കാനിക് ആണെന്നാണ് നാട്ടിൽ സംസാരം. ആ, മറ്റേ പണം അധികം താമസിക്കാതെ തരേണ്ടി വരും. മരുമോന് 50 ലക്ഷം കൊടുക്കണം. അതില് 15 ലക്ഷം രൂപ ഇതാ കണ്ടിരിക്കുന്നത്. ബാക്കി മറിച്ചും തിരിച്ചുമൊക്കെ 30 ലക്ഷം രൂപ വരെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ആളൊരു കണിച്ചക്കാരനാ. എന്താ സോമ ഇതൊക്കെ? സോമൻ ഞാൻ ചോദിക്കുക പോലും ചെയ്യാതെയാ 15 ലക്ഷം രൂപ എനിക്ക് തന്നത്. അത് വെച്ചാ ഞാൻ വർക്ക്ഷോപ്പും സ്ഥലവും ഒക്കെ വാങ്ങിയത്. ഇതൊക്കെ ഞാൻ മക്കളോട് വരെ പറഞ്ഞിട്ടുള്ള കാര്യമാ. വീട് പണിക്കുള്ള കുറച്ച് പണം ബാങ്കിലുണ്ട്. അത് ഇന്ന് തന്നെ ഞാൻ എടുത്തു വെക്കാം. ശരി. ആ, താൻ എപ്പോഴാ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോണ്ട് തരാം. അതൊന്നും വേണ്ട, താൻ വീട്ടിൽ വെച്ചിരുന്നാ മതി. ഞാൻ സമയം പോലെ വന്ന് വാങ്ങിച്ചോളാം. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ദേ, താൻ ആ പണത്തിന്റെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. മാധവ, മരുമോനൊക്കെ തന്നെ. പക്ഷേ പണത്തിന്റെ കാര്യത്തിലൊന്നും അവർക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഇപ്പൊ അവൻ ഈ ബിസിനസ്സിൽ പാർട്ണർ ആകുന്നത് തന്നെ എന്റെ കയ്യിലിരിക്കുന്ന ഈ പണം തട്ടിയെടുക്കാനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോട്ടടോ, നമ്മുടെ മോള് ജീവിക്കട്ടെ. ഇന്ന് രാവിലെ നോക്കിയപ്പോ കൊളസ്ട്രോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. നടത്തേണ്ട ദൂരം കൂട്ടണം.
തന്നെ ഞാൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? വേണ്ടടോ. ഈ കൊളസ്ട്രോള് അനുസരണയില്ലാതെ കൂടുന്നതുകൊണ്ടാ ഞാൻ ഈ ശകടത്തിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങിയത്. ഇനി ഞാനും പഴയതുപോലെ ഒരു സൈക്കിൾ വാങ്ങിച്ചാലൊന്ന് ആലോചിക്കുക. എന്നാ ശരി മാധവ, ആയിക്കോട്ടെ. നീ എന്നെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു സിനിമയുടെ കഥ കേട്ടതുപോലെയുണ്ട്. എന്റെ കഥയുടെ ക്ലൈമാക്സ് ട്രാജഡിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരണം. എന്ത് ജോലിയാണേലും കുഴപ്പമില്ല. ഹരിത പ്രഗ്നന്റാ. കയ്യിൽ പണം ഉണ്ടായാലേ പറ്റൂ. പോരാത്തതിന് ജോലിയും കൂലിയും ഇല്ലാതെ ഞാൻ മടുത്തു. കുറുപ്പ് സാറ് നിന്റെ കാര്യത്തിൽ ഇടപെടൂലേ? അവർക്ക് ചേർന്ന ബന്ധമല്ലായിരുന്നല്ലോ ഇത്. ഹരിതയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇടക്കാലത്ത് കുറച്ച് ബന്ധമൊക്കെ കാണിച്ചു. പക്ഷേ ഇപ്പൊ ഹരിതയുടെ അച്ഛന് ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാ മതിയെന്നായി. ഇപ്പോ കിട്ടുന്ന അവസരത്തിലൊക്കെ ഹരിതയുടെ മുമ്പിൽ ടാറടിച്ച് കാണിക്കാൻ ശ്രമിക്കും. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന പോലെ അങ്ങേർക്കൊരു പെങ്ങളുകൂടിയുണ്ട്, ആനന്ദവല്ലി. മനോജിന് വേറെ ജോലിക്കൊന്ന് ശ്രമിച്ചൂടെ? എല്ലാ ശ്രമങ്ങളും നടത്തി. കുറച്ചുനാള് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്തു. അത് 8 നിലയിൽ പൊട്ടി. മനോജെ, ബിടെക് കഴിഞ്ഞ് ആദ്യം എഴുതിയ ടെസ്റ്റ് എങ്ങനെയോ കിട്ടി. അങ്ങനെ ഒരു ബാങ്ക് ജോലിക്കാരനായി. ഇപ്പോ മാനേജർ പോസ്റ്റ് ആയപ്പോ പലപ്പോഴും രാത്രി 9 മണിക്കാ വീട്ടിലെത്തുന്നത് പോലും. സർ, ഓർഡർ. മനോജെ, കോഫിയോ ചായയോ? എന്തായാലും മതി. 2 കോഫി. ഓക്കെ സർ. അതായത് മനോജെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ സമൂഹമായിട്ടൊന്നും എനിക്കൊരു ബന്ധവും ഇല്ലെന്നാ. ജീവിതം ഫുൾ ടൈം ബാങ്കിനകത്തായി. ഏതായാലും മനോജ് ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശ്രമിക്കാം. എന്ത് ജോലി ഞാൻ ചെയ്യും. നിന്നോടല്ലാതെ തൽക്കാലം എനിക്ക് ഇത്ര അടുപ്പുള്ളൊരു ഫ്രണ്ട് ഇല്ല. ശരി സർ. കോഫി കുടിക്ക്, എല്ലാം ശരിയാവും. കോഫി കുടിക്ക്. ഹലോ. കടം വാങ്ങിച്ച് ദൂർത്തടിച്ചപ്പോ നീ ഓർത്തില്ലല്ലേ? അത് നിന്റെ തന്ത മാധവൻ നായരുണ്ടാക്കിയ പൈസ അല്ലെന്ന്. ഞാനിപ്പോ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളില. ഒരു 2 മാസം കൂടി എനിക്ക് തരണം. ഉറപ്പായിട്ട് അതിനുള്ളിൽ തരും. 2 മാസം പോയിട്ട് 2 ആഴ്ചത്തെ സമയം പോലും നിനക്ക് ഞാൻ തരില്ല. 48 മണിക്കൂർ, വെറും 48 മണിക്കൂറിനുള്ളിൽ നീ സെറ്റിൽ ചെയ്തിരിക്കണം. ഇനിയൊരു ഫോൺ വിളിയില്ല.